നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അനിഴം നക്ഷത്രത്തിന്റെ 1200 ആണ്ട് വർഷഫലമാണ്. 1200 ആണ്ട് എന്ന് പറയുന്നത് 2024 ഓഗസ്റ്റ് മുതലാണ് ആരംഭിക്കുന്നത്. അനിഴം നക്ഷത്രത്തിന്റെ ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ എഴുത്തുകൾ മുഖേനയോ വ്യാപാരം മുഖേനയോ സാധാരണയിലധികം പണം നിങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ കരാറുകളൊക്കെ ഏറ്റെടുക്കുന്ന ഒരു സമയമാണ്. സാവകാശത്തിലാണെങ്കിലും കുടുംബത്തിന്റെ നായകത്വം നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. മുൻപ് നിങ്ങളെ അവഗണിച്ചവരൊക്കെ ഇപ്പോൾ നിങ്ങളുടെ വാക്കുകൾക്കായിട്ട് കാതോർക്കുന്നതായി നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിന് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു മാസമാണ്. വിദേശത്തു നിന്ന് ധനാഗമനമൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. 2, 4, 6, 9, 11, 13, 14, 15, 21 തീയതികൾ വളരെ ഗുണമുള്ളതാണ്. കന്നിമാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചില്ലറ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കന്നിമാസത്തിൽ ജലാശയവുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജലാശയത്തിലേക്ക് പോകുന്നവരോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ജലത്തിൽ ഒരു അപകടമാണ് കാണുന്നത്. പുതിയ പുതിയ ബിസിനസ്സിലൊക്കെ പണം മുടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സമൂഹത്തിൽ മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾക്കൊക്കെ നിങ്ങൾ പാത്രമാവുന്നതായിട്ട് കാണുന്നുണ്ട്. പൂർവികമായ ചില സ്മാരകങ്ങളൊക്കെ നിങ്ങളുടെ കൈവശം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ഉയർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുക, അതുവഴി ലാഭമുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. 5, 6, 8, 12, 14, 15, 17, 18, 23, 26 തീയതികൾ വളരെ ശോഭനമാണ്. ഈ തീയതികൾ പറയുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ്. തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ് സംബന്ധമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഭൂമിയിൽ നിന്നും വാടക ഇനത്തിൽ, കെട്ടിട ഇനത്തിലൊക്കെ നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വരവ് ചെലവുകൾ ഏകദേശം ഒരുപോലെ ആവുന്ന ഒരു മാസമാണ്. പാർട്ണർഷിപ്പില് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നതായി കാണുന്നുണ്ട്. ഈ തുലാമാസത്തില് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. ക്ഷേത്ര ദർശനമൊക്കെ വളരെ നല്ലതാണ്. തുലാമാസം ഒന്ന് സൂക്ഷിച്ച് മുൻപോട്ട് പോകുക. ഊഹക്കച്ചവടത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുനിൽക്കുന്നത് വളരെ നന്നായിരിക്കും. 1, 4, 7, 9, 15, 16, 18, 19 തീയതികൾ വളരെ മേന്മയുള്ളതാണ്. വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ സായുധ സേനകളിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്കൊക്കെ അപ്പോയിന്റ്മെന്റ് ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കൂടാതെ വിദേശത്തേക്ക് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് യാത്ര സഫലമാകുന്നതായിട്ടും കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വൃശ്ചിക മാസത്തിൽ ശരിയാവുന്നതാണ്. വസ്തു സംബന്ധമായ പഴയ കേസുകളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിധി വരുന്നതായിട്ട് കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്. ചില പ്രവർത്തന വൈകല്യങ്ങളൊക്കെ വന്നുപെട്ടാലും പണത്തിന് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതായിട്ട് കാണുന്നില്ല. 2, 5, 8, 9, 18, 20, 24 തീയതികൾ വളരെ ശോഭനമാണ്. ധനുമാസത്തിലേക്ക് വരുമ്പോൾ സ്വയം ആർജിച്ച പണം തികച്ചും ഗൗരവം കണക്കിലെടുക്കാതെ നിങ്ങൾ ചെലവഴിക്കുന്നതായി കാണുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ജോലിക്കൊക്കെ ആയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒന്നുകൂടി ആലോചിച്ച് നല്ല ജോലിയാണെങ്കിൽ മാത്രം പോകുക. സ്വത്തൊക്കെ ഭാഗിച്ചു കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. പലപ്പോഴും അകാരണമായി ശുണ്ഠി ഉണ്ടാവുന്ന ഒരു പ്രവണതയാണ് നിങ്ങൾക്ക് ഈ ധനുമാസത്തില്. ധനുമാസം അവസാനമാകുമ്പോഴേക്കും വീട് മോടി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ധനുമാസം അവസാനത്തില് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ സ്വല്പം ലാഭം പ്രതീക്ഷിക്കാം. 18, 21, 23, 25, 27 തീയതികൾ വളരെ ശുഭകരമാണ്. മകരമാസത്തിലേക്ക് വരുമ്പോൾ പലതരം ദുഷ്ടവിചാരങ്ങൾ മനസ്സിലേക്ക് കടന്നുകൂടുന്നുണ്ട്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണിത്. ഈശ്വരനെ നന്നായി ഭജിക്കുക. ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും ഒക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാകുന്ന ഒരു സമയമാണ്. ഉദ്യോഗത്തിലൊക്കെ പ്രൊമോഷൻ ലഭിക്കും. ഫിനാൻസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം ലഭിക്കാനുണ്ടായിരുന്നെല്ലാം തീർത്ത് നിങ്ങൾക്ക് ആ പണം ലഭിക്കുന്നതാണ്. വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഗൃഹപ്രവേശമൊക്കെ കാണുന്നുണ്ട്. സ്ത്രീജനങ്ങള് പുതിയ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഉപരിപഠനത്തിനൊക്കെ ആഗ്രഹിച്ചവർക്ക് ഇത് വളരെ നല്ലൊരു സമയമാണ്. 1, 2, 5, 9, 10, 15, 20 തീയതികൾ വളരെ ഗുണമുള്ളതാണ്. കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ അധ്യാപകർക്ക് വളരെ നല്ലൊരു സമയമാണ്. വിദ്യാർത്ഥികളൊക്കെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. താൽക്കാലികമായി ജോലിയിൽ പ്രവേശിച്ചവർക്ക് സ്ഥിരമായിട്ട് ആ ജോലി ലഭിക്കുന്നതാണ്. പ്രമേഹ രോഗികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബസ്വത്ത് അനുഭവ യോഗ്യമായി വരും. 1, 2, 4, 10, 11, 15, 16, 17, 21, 23, 25 തീയതികൾ വളരെ ശുഭകരമാണ്. മീനമാസത്തിലേക്ക് എത്തുമ്പോൾ ഉയർന്ന പദവിയൊക്കെ നിങ്ങൾ അലങ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്.
ലഭിക്കുന്നുണ്ട്. വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും ഒക്കെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നുണ്ട്. കൂടാതെ ലോട്ടറി ഭാഗ്യം മീനമാസത്തിലുണ്ട്. ജോലിയിലൊക്കെ ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ട്. പ്രധാന രേഖകളിലും മറ്റും ഒപ്പുവയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് മീനമാസം. 1, 2, 3, 5, 10, 20 തീയതികൾ വളരെ ശോഭനമാണ്. മേടമാസത്തിലേക്ക് എത്തുമ്പോൾ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഊഹക്കച്ചവടത്തിലൊക്കെ ശത്രുക്കളുടെ നിഗൂഢമായ ശ്രമങ്ങളെ തകർക്കാൻ കരുതിയിരിക്കേണ്ടതാണ്. ചെറിയ ചെറിയ ശത്രുക്കളുടെ ഉപദ്രവമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ദൂരയാത്രകളൊക്കെ സുഖകരമായിട്ട് ഭവിക്കും. വഞ്ചിക്കപ്പെടാതിരിക്കാൻ ശ്രമിക്കണം. സിനിമ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ മേന്മയേറിയ ഒരു സമയമാണ്. 1, 3, 4, 5, 9, 10, 12, 17, 18, 23 തീയതികൾ വളരെ ശുഭകരമാണ്. ഇടവമാസത്തിലേക്ക് എത്തുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ജോലിയിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ വന്നു പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തസ്കര ശല്യം നിങ്ങളെ പിടികൂടുന്നതായിട്ട് കാണുന്നുണ്ട്. ആഭരണവും പണവും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ക്ഷേത്ര സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് അവാർഡ്, പ്രശസ്തി പത്രം ഇതൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സമയമാണ്. നിങ്ങളുടെ പ്രശസ്തി വാനോളം ഉയരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുണ്ട്. 3, 4, 7, 9, 11, 12, 14, 15, 17, 19, 21, 23 തീയതികൾ വളരെ ശുഭകരമാണ്. മിഥുനമാസത്തിലേക്ക് എത്തുമ്പോൾ ചില നല്ല വ്യക്തികളുമായിട്ട് സൗഹൃദം പുലർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. പദവിയും അന്തസ്സും ഒക്കെ ഉയരുന്ന ഒരു സമയമാണ്. പലതരം സുഖഭോഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മനസ്സിനെ ശല്യപ്പെടുത്തിയിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ട് അകലുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽ രംഗമൊക്കെ വളരെ അഭിവൃദ്ധിപ്പെടുന്ന ഒരു സമയമാണ്. എന്തുകൊണ്ടും മിഥുനമാസം വളരെ വളരെ നല്ല ഒരു മാസം എന്ന് തന്നെ പറയാം അനിഴം നക്ഷത്രക്കാർക്ക്. 1, 5, 7, 8, 9, 10, 15, 16 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്നതായി കാണുന്നുണ്ട്. കൂടാതെ സന്താന ഭാഗ്യമൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലമായിട്ട് വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയമാണ്. സിനിമാ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ്. വാഹനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ആദായം വർദ്ധിക്കുന്നുണ്ട്. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും ദൈവാധീനം ഉണ്ടാവും. പൂർവീയ സ്വത്തൊക്കെ കൈവരുന്ന ഒരു സമയമാണ്. 4, 8, 10, 12, 14, 18 തീയതികൾ വളരെ ശോഭനമാണ്. അനിഴം നക്ഷത്രത്തിന് ഭരണി നക്ഷത്രം വേദമാണ്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് വളരെ നന്നായിരിക്കും. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നതും വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് 1200 ആണ്ട് അനിഴം നക്ഷത്രത്തിന്റെ വർഷഫലം. ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.